നീ സമാധാനമായിരിക്കൂ, നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം കണ്ടെത്താം എന്ന് നാം വിഷമിച്ചിരിക്കുമ്പോൾ ചിലർ നമ്മോട് പറയാറുണ്ട്. ശരിയല്ലേ? ഈ വാക്കുകൾ നമുക്ക് വലിയൊരു അളവിൽ ആശ്വാസവും നൽകാറുണ്ട്. എന്നാൽ അർത്ഥതലത്തിൽ നോക്കുമ്പോൾ ഈ സമാധാന വാക്ക് ഒരു തെറ്റ് തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മകൻ നഷ്ടപ്പെട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയോട് ഒരാൾ ഈ സമാശ്വാസ വാക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മരിച്ചുപോയ അവരുടെ മകനെ തിരിച്ചു കിട്ടുമെന്നാണോ ഇതിന്റെ അർത്ഥം? എങ്കിലല്ലേ അവർക്ക് സമാധാനം വരൂ. അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യവുമാണ്. എന്നാൽ മകൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ മകൻ അവർക്ക് സമ്മാനിച്ചു കൊണ്ടിരുന്ന എന്തൊക്കെയോ ചിലത് നമുക്ക് അവിടെ പകർന്നു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സമാശ്വാസ വാക്കിന്റെ അർത്ഥമായി പരിഗണിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അവർ പുതുതായിട്ടൊരു വീട് വെച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഭർത്താവ് മരണപ്പെട്ടു പോയത്. ആ വീട് വയ്ക്കാനായിട്ടാണെങ്കിലോ ഒട്ടേറെ വായ്പകളും എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമുണ്ട്, വീട് പൂർത്തിയാകാത്തതിൻ്റെ ദുഃഖമുണ്ട്, ഒപ്പം തന്നെ ഇതിനു മേലുള്ള EMI എങ്ങനെ അടച്ചു തീർക്കും, തൻ്റെ ഭാവി എങ്ങനെയായി തീരും എന്നുള്ള ആശങ്കയുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ആ സ്ത്രീയിലുണ്ടായ ദുഃഖം. ഇവിടെ പ്രശ്നപരിഹാരത്തിന് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഒരാൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഈ സ്ത്രീക്ക് തൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇദ്ദേഹം കണ്ടെത്തി തരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഈ സ്ത്രീ ഒരു സമാധാനം കൈവരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാത്ത ചിലർ പ്രശ്നപരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തോ അത് തിരികെ വരുന്ന അവസ്ഥയാണെന്ന് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയോ കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ കാമുകനെയോ കാമുകിയെയോ തേടി ചിലർ വരുന്നതും പിന്നെ പല കുടുംബങ്ങളും പ്രശ്നഭരിതമാകുന്നതും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ. നഷ്ടപ്പെട്ടതെല്ലാം അതേ തലത്തിൽ വീണ്ടെടുക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം സമീപനങ്ങൾ ഉണ്ടായി വരുന്നത്. ജീവിതത്തിൽ പരിഹാരമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ നാം അതുമൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങളും കണ്ടെക്കാം. ഇങ്ങനെയാണ് നാം പ്രശ്നപരിഹാരങ്ങളെ സമീപിക്കേണ്ടത്.